ഇന്നൽ ഹംദലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിരിദല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. إن بطش ربك لشديد إنه هو يبدئ ويعيد. رب اشرح لي صدري ويسر لي أمري. സ്നേഹാദരണീയരായ വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് അനേകായിരം പടക്കോപ്പുകളും മനുഷ്യ ശരീരത്തെ നിമിഷ നേരം കൊണ്ട് ഛിന്ന ഭിന്നമാക്കാൻ സാധിക്കുന്ന ആയുധങ്ങളും ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷെ അതിനേക്കാൾ മൂർച്ചയുള്ളതും മാസങ്ങളോളം വർഷങ്ങളോളം നമ്മളെ വേദനിപ്പിക്കാൻ കാരണമാകുന്ന ഒരു വലിയ ആയുധം നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിലേക്ക് നൽകിയിട്ടാണ് അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഈ ലോകത്തേക്ക് നിയോഗിച്ചിട്ടുള്ളത്. കാരണം ഒരു മനുഷ്യന്റെ നാവ് കൊണ്ടുണ്ടാകുന്ന മുറിവുകളെക്കാൾ ഭയാനകമായ മുറിവുകൾ മനുഷ്യന്റെ ഹൃദയത്തിലില്ല. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും റബ്ബ് കൊടുത്തിട്ടുള്ള അവന്റെ നാവെന്ന ആ മഹാ അനുഗ്രഹത്തെ സൂക്ഷിച്ചു ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതിനേക്കാളും വലിയൊരു ആയുധമില്ല എന്നും ആ നാവ് കൊണ്ട് മാത്രം നിങ്ങൾ നരകത്തിന്റെ അവകാശികളായി തീരുമെന്നും ആ നാവ് നിങ്ങൾക്ക് വേണ്ടി പടച്ച റബ്ബിന്റെ അരികിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് വേണ്ടി ജാമ്യം തന്നു സ്വർഗം വാങ്ങിത്തരുമെന്നുമൊക്കെ അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാനുള്ള കാരണം അത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നുള്ളത് കൊണ്ടാണ്. നമുക്കറിയാം, ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യ മഹാരാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുകയും അതിന്റെ ഉന്നതിയിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു ജഡ്ജി ഇന്ത്യയിലുള്ള ഉദ്യോഗാർത്ഥികളെ പാറ്റകൾ എന്ന് വിശേഷിപ്പിച്ചപ്പോ ആ ഒരു പ്രയോഗം ഇന്ത്യ മഹാരാജ്യത്തുണ്ടാക്കിയ ഓളങ്ങളും
യുവതലമുറകൾക്കിടയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളും ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചില വാക്കുകളാണ് നമ്മിലുള്ള പല ബന്ധങ്ങളും അകറ്റുന്നത്. ആ നാവ് കൊണ്ടുള്ള ചില പ്രയോഗങ്ങളാണ് പല കുടുംബങ്ങളും ഇന്നും സങ്കടത്തിൽ ജീവിക്കാനുള്ള കാരണം. മറ്റുള്ളവന്റെ മനസ്സ് തകർക്കാനും കുടുംബം തകർക്കാനും ജീവിതത്തിന്റെ നിരാശകളിലേക്കും വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്കും ഒക്കെ എത്തിക്കാൻ ഈ രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ള എല്ലില്ലാത്ത ഈ നിസ്സാരമായൊരു മാംസകഷണം കൊണ്ട്, ഇറച്ചിക്കഷണം കൊണ്ട് റബ്ബ് ഇന്നീ സമൂഹത്തിലെ പലതും നമുക്ക് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ ആ നാവ് ഒരിക്കലും നിങ്ങൾക്ക് ജയിക്കാനോ മറ്റൊരാളെ തോൽപ്പിക്കാനോ മറ്റൊരുത്തന്റെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറാനോ അല്ല എന്ന് ആവർത്തിച്ചാവർത്തിച്ച് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി. അതുകൊണ്ടാണ് ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയതും നിങ്ങളത് സൂക്ഷിക്കണം. ഒരുപക്ഷെ ചില സമയത്ത് നിങ്ങൾക്കുണ്ടാക്കുന്ന നിശബ്ദത നിങ്ങളുടെ പല ജീവിതത്തിൽ നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള പല നന്മകളെയും നിലനിർത്തും. എന്നാൽ ആ നിശബ്ദത ഭേദിച്ച് നിങ്ങൾ നാവ് പ്രയോഗിക്കുമ്പോൾ നിങ്ങൾ നേടിയെടുത്ത പല നന്മകളും ആ നാവ് നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തുകയും ചെയ്യും. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ മഹ്ശറാലോകത്ത് റബ്ബിനെ കാണണം, എന്റെ റബ്ബെന്നെ വിചാരണക്കൊടുക്കും എന്ന പൂർണ്ണ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നാളെ റബ്ബിന്റെ മഹ്ശറാലോകത്തുള്ള സ്വർഗ നരകങ്ങളെക്കുറിച്ചും ആ നരകത്തിന്റെ ഭയാനകതയെക്കുറിച്ചും സ്വർഗത്തിന്റെ പരിമളങ്ങളെക്കുറിച്ചും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഫൽയഖുൽ ഖൈറൻ, നിങ്ങൾ നല്ലതേ സംസാരിക്കാവൂ. അതിന് നിങ്ങൾക്ക് പറ്റുന്നില്ലേ, അതിന്റെ ശൈലി എങ്ങനെയായിപ്പോയി, ഞാൻ പിന്നെ ഇരിക്കുന്നിടത്തൊക്കെ അങ്ങനെയായിപ്പോയി, എന്തെങ്കിലും കേട്ടാ പിന്നെ കുറെ ഞാനങ്ങ് അതിന്റെ കൂടെ പറഞ്ഞു എന്നൊരു സ്വഭാവക്കാരാണോ നിങ്ങൾ എങ്കിൽ ഔലിയസ്മുത്, നിങ്ങളവിടെ നിശബ്ദരാവലാണ് നിങ്ങൾക്ക് ഏറ്റവും ഖൈറ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തു. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെത്തിയിട്ട് ചോദിച്ചു, നബിയെ, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന നരകത്തിൽ നിന്നും അകറ്റുന്ന സ്വഭാവങ്ങളെക്കുറിച്ച് എനിക്കൊന്ന് ബോധ്യപ്പെടുത്തി തരണം. നബി തങ്ങൾ ഓരോന്നായിട്ട് ഓർമ്മപ്പെടുത്തി. നീ ഷഹാദത്ത് കലിമ അംഗീകരിക്കുന്നുണ്ടോ, ഷഹാദത്തിനനുസരിച്ച് ജീവിക്കുന്നുണ്ടോ, നിന്നെ റബ്ബ് സ്വർഗത്തിലേക്ക് അടുപ്പിക്കും. നീ നമസ്കരിക്കുന്നുണ്ടോ, നിന്നെ റബ്ബ് സ്വർഗത്തിലേക്ക് അടുപ്പിക്കും. നീ നോമ്പ് നോൽക്കുകയും സക്കാത്ത് കൊടുക്കുകയും സ്വതക്ക ദാനധർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നുണ്ടോ, നിന്റെ സ്വർഗപ്രവേശനം എളുപ്പമാക്കും. നീ റബ്ബിന്റെ കാബാലയത്തിങ്കിൽ ചെന്ന് ഉംറയും ഹജ്ജും നിർവഹിക്കുന്നുണ്ടോ, നീ പടച്ച റബ്ബിന്റെ പ്രത്യേക ക്ഷണിതാവായി റബ്ബിന്റെ മുൻപിൽ അതിഥിയാക്കപ്പെടും. നീ റബ്ബിന്റെ ഖുർആനിക ആയത്തുകൾ നിന്റെ ഹൃദയത്തിലുണ്ടോ, നിന്നെ റബ്ബ് പ്രത്യേകം പരിഗണിക്കും. ഇതൊക്കെ കേട്ട് മുആദ് റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, മുആദ് അലാ ഉഖ്ബിറുക ബിമിലാക്കി ദാലിക കുല്ലുഹു, ഈ ചെയ്യുന്ന അമലുകളെല്ലാം ഇവിടെ വെച്ച് തന്നെ നശിച്ചു പോകുന്ന ഒരു കാര്യത്തെത്തൊട്ട് ഞാൻ നിന്നെ അറിയിച്ചു തരട്ടെ. നീ സ്വർഗത്തിന് വേണ്ടി ചെയ്തതെല്ലാം ഈ ഒരൊറ്റ കാര്യം കൊണ്ട് നശിച്ചു പോകും. ബലാ യാ നബി അല്ലാഹ്, പറ നബിയെ, എന്താണ് ആ കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഅഖദ ബിലിസാനിഹി, മുആദിന്റെ രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ള ആ നാവുങ്ങോട്ട് പിടിച്ചു. വഖാല, എന്നിട്ട് പറഞ്ഞു, മുആദ് ഖുഫ അലൈക ഹാദാ, ഇതിനെ ഒന്ന് സൂക്ഷിച്ചേക്കണം, ഈ നാവിനെ നീ ഒന്നങ്ങ് സൂക്ഷിച്ചേക്കണം. യാ മുആദ് വഹൽ യഖുബ്ബുൻ നാസ ഫിന്നാരി അലാ വുജൂഹിഹിം, അത്ഭുതത്തോടെ മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, ഇതൊക്കെ നശിപ്പിക്കാൻ ഈ നാവ് മതിയോ? നബി തങ്ങൾ ഒരൽപ്പ സങ്കടത്തോടെ പറഞ്ഞു, വഹൽ യഖുബ്ബുൻ നാസ ഫിന്നാരി അലാ വുജൂഹിഹിം, നാവ് കാരണം മാത്രമേ നരകത്തിൽ മുഖം കുത്തി മനുഷ്യർ നടക്കേണ്ടി വന്നിട്ടുള്ളൂ. മുഖം കുത്തി നരകത്തിലൂടെ ഒരു മനുഷ്യൻ നടക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അതവന്റെ നാവ് നിമിത്തമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് പരദൂഷണത്തിന്റെ വിഷയത്തിൽ മാത്രം മതി, ഊഹത്തിന്റെ വിഷയത്തിൽ മാത്രം മതി, തെറി പറയുന്ന വിഷയത്തിൽ സൂക്ഷിച്ചാൽ മതി എന്നല്ല അള്ളാന്റെ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. മറിച്ച് ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും നിങ്ങളത് സൂക്ഷിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ
ഒരു പക്ഷേ നമ്മളെ അശ്രദ്ധ കൊണ്ടും ശ്രദ്ധക്കുറവ് കൊണ്ടും പല വചനങ്ങളും നമ്മളെ നാവുകളിലൂടെ വരാറുണ്ട്. അതിൽപ്പെട്ടൊരു വിഷയമാണ്, ചില ആളുകൾ പറയും, നിനക്ക് നിന്റെ റബ്ബ് പൊറത്തു തരൂല, നിന്റെ റബ്ബ് നിനക്ക് പൊറത്തു തരൂല. അല്ലെങ്കിൽ ചിലർ പറയും, ഈ നന്നാവൂല, അവൻ നന്നാവൂല എന്ന് ചിലർ പ്രയോഗിക്കാറുണ്ട്. അതോടൊപ്പം മറ്റു ചിലർ പറയും, ഓ നരകത്തിൽ തന്നെയാണ്. ഇന്നൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഇസ്ലാമിനെ തരംഗം വെക്കുന്ന നിരീശ്വരവാദികൾ പല മുസ്ലിം പേരിലും ലണ്ടനിൽ ചെന്നിട്ടും അല്ലാതെയും ഒക്കെ വിദ്യാഭ്യാസം കിട്ടുമ്പോ പല ആളുകളും പറയാറുണ്ട്, ഓം നന്നാവൂല, ഓം നരകത്തിലാണ്. പക്ഷെ ചിന്തിച്ചു നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഏറ്റവും വലിയ ശത്രുപക്ഷത്തുണ്ടായിരുന്ന, അന്ന് മക്കയിലും മദീനയിലുമായി ജീവിച്ച അനവധി ആളുകൾ ഇസ്ലാമിലേക്ക് കയറി വന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കയറി വന്നിട്ടുണ്ട്. ഇന്ന് ലോകത്ത് ഇസ്ലാമിനെ തരംഗം വെക്കാൻ വേണ്ടി പലരും പണിയെടുത്തിട്ടും ലോകത്തിന്റെ നാനാഭാഗത്തുള്ള അല്പബുദ്ധികളല്ലാതെ ചിന്തിക്കുന്ന സർവരും ഇസ്ലാമിന്റെ മഹത്വത്തെക്കുറിച്ച് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ കേവലം ഏതോ ഒരു പുഴുക്കുത്തിനെ മാത്രം വർണ്ണിച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ നിങ്ങൾ പോകേണ്ടതില്ല എന്ന് കരുതി അവനെതിരെ നിങ്ങൾ ശാപവാക്കുച്ചരിക്കേണ്ടതുമില്ല. കാരണം ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി, മനുഷ്യരുടെ കൂട്ടത്തിൽ അന്ന റജുലൻ ഖാല, ഒരു മനുഷ്യൻ പറഞ്ഞു, വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലി ഫുലാനി, അല്ലാഹുവാണേ സത്യം, ഈ മനുഷ്യന് പടച്ചോൻ പുറത്തു കൊടുക്കൂല, ഓ നന്നാവൂല എന്ന് ഒരു മനുഷ്യൻ മറ്റൊരാളെ തൊട്ട് പറഞ്ഞു. വ ഇന്നല്ലാഹ തആല, ഖുദ്സിയായ ഹദീസിലൂടെ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, അല്ലാഹു പറയുന്നു, മൻ ദല്ലദി യതഅല്ല അലയ്യ അല്ലാ അഗ്ഫിറ ലി ഫുലാൻ, ആ മനുഷ്യന് റബ്ബ് പുറത്തു കൊടുക്കൂല എന്ന് പറയാൻ നിന്നെ ആരാ ഏൽപ്പിച്ചത്? നിന്റെ മേൽ അതിനേക്കാൾ പറയാൻ ആരാ നിനക്ക് അവകാശം തന്നത്? ഫഇന്നി ഖദ് ഗഫർതു ലി ഫുലാനി, ഞാൻ അവന് പുറത്തു കൊടുക്കുകയും ചെയ്യും, വഅഹ്ബത്തു അമലക, നിന്റെ അമൽ അല്ലാഹു നഷ്ടപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്ന വ്യക്തി നന്നാവൂല, ഓൻ ശരിയാവൂല, ഓൻ നരകത്തില എന്ന് പറയാൻ പാടേ ഒരു മനുഷ്യന് പാടില്ലെന്ന് നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. മറിച്ച് നമുക്ക് എന്തു പറയാം? ആ വ്യക്തിയോട് ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക. അല്ലെങ്കിൽ അവൻ പറഞ്ഞ വിഷയത്തിലാണെങ്കിൽ അല്ലാഹു അഅലം, അവന്റെ പര്യവസാനം റബ്ബിനെ അറിയൂ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് റബ്ബിനോട് പറയാം, റബ്ബെ ഹിദായത്ത് കൊടുക്കണേ. ഇതല്ലാതെ തെറ്റ് ചെയ്യുകയും പാപം ഏറ്റെടുക്കുകയും ചെയ്തൊരു വ്യക്തിയോടാവട്ടെ, കുടുംബത്തിലാവട്ടെ, എന്തെങ്കിലും ചെറിയതോ നിസ്സാരമായതോ അല്ലെങ്കിൽ വലുതോ കാണുമ്പോഴേക്കും ഓൻ ശരിയാവൂല എന്ന് പറയാൻ പാടില്ല. 100 പേരെ കൊന്നവന് 101 കൊല്ലാൻ പോകുന്നതിന്റെ ഇടക്ക് റബ്ബ് ഹിദായത്ത് കൊടുത്ത് സ്വർഗത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ, മഗ്ഫിറത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും നമ്മളെ നാവുകളെ കൊണ്ട് അത്തരത്തിലുള്ളൊരു പ്രയോഗം മറ്റൊരാൾക്ക് നേരെയോ സ്വന്തം കുടുംബത്തിലോ നടത്താൻ പാടില്ല. രണ്ടാമത്തെ ഒരു വാക്കാണ് ചിലർ പറയല്, നീ നശിച്ചു പോട്ടെ, നീ നശിച്ചു പോട്ടെ എന്നൊരു ശാപവാക്കുച്ചരിക്കാറുണ്ട്. അല്ലെങ്കിൽ പടച്ചോന്റെ അദാബനക്ക് ഉണ്ടാവട്ടെ, റബ്ബിന്റെ ശാപം എന്റെ മേലുണ്ടാവട്ടെ എന്ന് ചിലർ പ്രയോഗം നടത്താറുണ്ട്. അള്ളാന്റെ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, ലാ തലാഅനു, ഒരിക്കലും നിങ്ങൾ ശാപവാക്കുച്ചരിക്കരുത്. ബിലഅനത്തില്ല, അള്ളാഹുവിന്റെ ശാപം കൊണ്ട്, റബ്ബിന്റെ ശാപം നിനക്കുണ്ടാവട്ടെ എന്ന് ശാപവചനം കൊണ്ട് നീ ഒരാളോട് പറയാൻ പാടില്ല. വലാ ബിഗളബില്ല, റബ്ബിന്റെ കോപം എനക്കുണ്ടാവട്ടെ, റബ്ബിന്റെ ദേഷ്യം നിന്റെ നേരെയുണ്ടാവട്ടെ എന്നും നീ ഒരാളോട് പറയാൻ പാടില്ല. വലാ ബിന്നാർ, നിനക്ക് പടച്ചോൻ നരകം തരട്ടെ, നീ നരകത്തിലാണ് എന്നും ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ പറയാൻ പാടില്ല. അതിനർത്ഥം ഈ ലോകത്തൊരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റ് ഒരുപക്ഷെ അവന്റെ ഖേദം കൊണ്ട് റബ്ബ് പുറത്തേക്കാം. ഈ ഹദീസിനെ നിർവചിക്കുന്ന ഉലമാക്കൾ പറയുന്നുണ്ട്, മനുഷ്യന്റെ ജീവിതത്തിൽ തെറ്റുകൾ സ്വാഭാവികമാണ്. ഒരുപക്ഷെ അപ്രതീക്ഷിതമായ ഒരു പ്രേരണ കൊണ്ടോ മനസ്സിന്റെ ചില സമയങ്ങളിലുള്ള ചിന്തകളെ കൊണ്ടോ അവൻ അബദ്ധം പറ്റിപ്പോയേക്കാം, അവൻ തെറ്റ് ചെയ്തേക്കാം. ആ തെറ്റുകൾ പൊറുക്കാൻ പടച്ചോൻ റെഡിയാകുമ്പോ നമ്മൾ പൊറുക്കൂല എന്ന മനോഭാവത്തോടുകൂടി അതിന്റെ പേരിൽ ശാപവാക്കുകളോ വേണ്ടാത്ത പ്രയോഗങ്ങളോ നിങ്ങളത് നടത്താൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തു. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ദേഷ്യം വരുമ്പോ എന്ത് പറയണമെന്ന് പലർക്കും അറിയൂല, എന്താ പറയുന്നതെന്ന് പോലും ചിലർക്ക് ഓർമ്മല്ല.
അത് വാട്സപ്പ് ഗ്രൂപ്പിലാണെങ്കിലും അതേതെങ്കിലും സോഷ്യൽ മീഡിയകളിലാണെങ്കിലും എന്ത് വൃത്തികേടും ആർക്ക് നേരെയും എഴുതിവിടാമെന്നൊരു ധാരണ. അതാ ഇന്ന് ഈ സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ജീർണത. ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? തുറന്ന കാണുന്നത് തമ്മിലുള്ള തെറിവിളികൾ മാത്രമാണ്, അല്ലെങ്കിൽ അവിഹിതത്തിന്റെ പേരിലുള്ള നുണവെച്ച കഥകളും അത് പിടികൂടിയതിന്റെ കഥകളും തല്ലിയതിന്റെ കഥകളും സദാചാര പോലീസിന്റെ കഥകളും, എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ആങ്ങളെ ചമയുന്നവരും തങ്ങന്മാരുണ്ടാക്കുന്നവരും ഇത്തരത്തിലുള്ള പരസ്പര ക്രൂരതയുടെയും തെമ്മാടിത്തത്തിന്റെയും കഥകളും വർണ്ണനകളും മാത്രമേയുള്ളൂ നമ്മൾ വായിക്കുന്നതിലും ചിന്തിക്കുന്നതിന്റെ പിന്നിലും. അവിടെയൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതും ഒരു വാക്കത്തരത്തിൽ നമ്മളെ നാവുമെന്ന് വരാൻ പാടില്ല. നീ തൊലഞ്ഞു പോകട എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. അങ്ങനെ പോലും പറയരുത് എന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തി. ഇനി മക്കളുടെ വിഷയത്തിലാണെങ്കിൽ പോലും ചിലര് മക്കളോട് അങ്ങനെയാ പറയാ, ഇജ്ജ് നന്നാവൂല, എനിക്കറിയാ, ഈ ഗുണം പിടിക്കൂല എന്ന് ചിലര് മക്കളെ പറ്റി പറയാറുണ്ട്. അഥവാ ദേഷ്യം പിടിക്കുമ്പോ ഇതിറ്റിങ്ങളൊന്ന് മരിച്ചോയാ മതിയായിരുന്നൊന്നും, ഇതിറ്റിങ്ങളുടെ നിന്നെ അങ്ങ് കൊണ്ടുപോയാ മതിയായിരുന്നൊന്നും ദേഷ്യത്തോടുകൂടി മക്കളോടും ചിലപ്പോ ഭാര്യമാരോടും ആവേശത്തോടെ പറയുന്നവരുണ്ട്. ഞാൻ ഉണ്ടായിട്ട് എനിക്ക് ഇത്ര കിബറ്, ഞാൻ മരിച്ചോ എന്റെ കിബറങ്ങ് മാറും, പറച്ചോ ഞങ്ങ് കൊണ്ടുപോയാ മതിയായിരുന്നു എന്ന് ജയിക്കാൻ പറയും ചില ഭർത്താക്കന്മാര്. ചില ഭാര്യമാര് തിരിച്ചും പറയും, ഞാനുള്ളതുകൊണ്ട് അങ്ങളെ പവറ്, ഞാൻ ഉണ്ടായിട്ടല്ലേ ഇങ്ങക്ക് ഇങ്ങനെ, പറച്ചോ ഇങ്ങ് കൊണ്ടുപോയിക്കൊന്ന, ഇനി അങ്ങ് എടുത്തോ റബ്ബേ എന്നൊരു ദേഷ്യത്തോടെ പകയോടെ പറയാറുണ്ട്. നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, ലാ തദ്ഉ അലാ അൻഫുസിക്കും, നിങ്ങൾ നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കരുത്. ഇഞ്ഞങ്ങ് മരിച്ചോയിക്കോട്ടെ, ഞാനങ്ങ് ഇല്ലാണ്ടായിക്കോട്ടെ, ഇഞ്ഞങ്ങ് കൊണ്ടുപോയിക്കോട്ടെ, അല്ലെ തൂക്കേട് ബാധിച്ചാണ് കിടന്നുപോയിക്കോട്ടെ എന്നൊരു വാക്ക് നിങ്ങൾ നിങ്ങൾക്കെതിരെ പറയാൻ പാടില്ല. വലാ തദ്ഉ അലാ ഔലാദിക്കും, നിങ്ങളെ മക്കൾക്കെതിരെയും നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. എന്തൊക്കെ അവർ അബദ്ധം ചെയ്തിട്ടുണ്ടെങ്കിലും, നിങ്ങൾ തന്നെ എന്തൊക്കെ കുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും, ഏതൊക്കെ നിർണായകമായ പരീക്ഷണത്തിന്റെ ഏത് തീച്ചൂളയിലാണ് നിങ്ങളെങ്കിലും, നിങ്ങൾ റബ്ബിനോട് പറയണം, മാതാ ഖൈർ എനിക്ക് നീ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എളുപ്പമാക്കി തരണം, ഇതിന്റെ പേരിൽ എന്നെ വീണ്ടും ഷർറിലേക്ക് നീ കൊണ്ടുപോകരുതേ റബ്ബേ എന്ന്. ആ ദുആ ആണ് റബ്ബ് പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചത്. നമ്മക്കാ പടച്ചോൻ തന്നതിൽ കൂടുതലും എനിക്കേ റബ്ബ് തന്നിട്ടുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കല്ലേ. നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു നേരം ഭക്ഷണം കിട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കാലിന് ആരോഗ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വാഹനമുണ്ടെങ്കിൽ, മഴ നനയാതൊരു കൂരയുണ്ടെങ്കിൽ, വേണ്ട മനുഷ്യരെ, നിങ്ങൾക്ക് ദുനിയാവിൽ പടച്ചോൻ തന്നത് എണ്ണിയാൽ ഒടുങ്ങാത്തത്രയുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പുണ്ടെങ്കിൽ, അള്ള തടഞ്ഞതോ പടച്ചോൻ പരീക്ഷിച്ചതോ ആയ ചെറിയ കാരണങ്ങളെ കൊണ്ട് നിങ്ങൾ ഒരിക്കലും കുറ്റം പറയരുത്, ആക്ഷേപിക്കരുത്, ശാപവാക്കുച്ചരിക്കരുത്. അത് മക്കൾക്ക് നേരെയാണെങ്കിലും ശരി, കുടുംബത്തിന്റെ നേരെയാണെങ്കിലും ശരി. എന്നിട്ട് നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, വലാ തദ്ഉ അലാ അംവാലിക്കും, നിങ്ങളെ സമ്പത്തിന്റെ നേരെയും നിങ്ങൾ അങ്ങനെ ഒരു ശാപവാക്കുച്ചരിക്കരുത്. അല്ലാ ഇതൊക്കെ ഉണ്ടായിട്ടാ എനിക്ക് സമാധാനക്കേട്, ഇതുള്ളതുകൊണ്ട് ഒരു സ്വസ്ഥതല്ലാത്തത് എന്നും നിങ്ങൾ പറയരുത്. കാരണം ലാ തുവാഫിഖു മിനല്ലാഹി സഅത്തുൻ യുസ്അലു ഫിഹാ വതാഉൻ, റബ്ബ് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കൊടുക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയവും നിങ്ങളുടെ ഈ ശാപപ്രാർത്ഥനയും ഒരുമിച്ച് വന്നാൽ, അതല്ലെങ്കിൽ റബ്ബ് നിശ്ചയിച്ച സമയം, ഉത്തരം നൽകാൻ ഉദ്ദേശിച്ച സമയത്താണ് നിങ്ങൾ ഈ ശാപപ്രാർത്ഥന ഉച്ചരിക്കുന്നതെങ്കിൽ ഫയസ്തജീബ ലക്കും, ആ ഉത്തരം റബ്ബ് നിങ്ങൾക്ക് നൽകും. അത് നിങ്ങളുടെ കുടുംബത്തിൽ ബാധിക്കും, അത് നിങ്ങളെ മക്കളെ ബാധിക്കും. അതുകൊണ്ട് തന്നെ റബ്ബിന്റെ നേരെ പ്രാർത്ഥിക്കുമ്പോഴാവട്ടെ, അടിമകളോട് സംസാരിക്കുമ്പോഴാവട്ടെ, നല്ലത് സംസാരിക്കണം, നല്ല വാക്കുകൾ ഉച്ചരിക്കണം, നല്ലത് സംഭവിക്കാൻ വേണ്ടി റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടാ ലോകത്തുള്ള ഉലമാക്കളുടെയും അമ്പിയാക്കളുടെയും ചരിത്രത്തിൽ നമ്മൾ കാണുന്നതും, ജീവിതത്തിന്റെ എന്തൊക്കെയോ പ്രതിസന്ധിയിലൂടെ നീങ്ങേണ്ടി വന്നിട്ടുണ്ട് മുഴുവൻ പ്രവാചകന്മാർക്കും. ആ പ്രവാചകന്മാരിൽ യൂസുഫ് നബിയും യൂനുസ് നബിയും അടക്കം മുഴുവൻ പ്രവാചകന്മാരും അവര് നേരിട്ട പ്രയാസത്തിന്റെ പേരിൽ ഒരു ശാപവാക്കുച്ചരിച്ചിട്ടില്ല. എന്നോടത് വേണായിരുന്ന റബ്ബേ എന്ന് ചോദിച്ചിട്ടില്ല. എന്താ എനിക്കിങ്ങനെ തന്നെ, ഇതെല്ലാം കൂടി ഇടങ്ങേറാക്കുന്നു എന്നൊരു അസ്വസ്ഥത അവർ പ്രകടിപ്പിച്ചിട്ടില്ല. അവർ പറഞ്ഞതെന്താ, വഅൻത അർഹമുർ റാഹിമീൻ, തന്നത് നീയാണെങ്കിൽ നീക്കിക്കളയാനും നിനക്ക് കഴിയും, തന്നത് നീയാണെങ്കിൽ എടുത്തു കളയാനും നിനക്ക് പറ്റും. അതുകൊണ്ട് റബ്ബേ നീ ഹൈറാക്കണേ നാഥ എന്ന പ്രാർത്ഥനയോടെ അള്ളാഹുവിന്റെ അമ്പിയാക്കൾ റബ്ബിലേക്ക് മടങ്ങി. തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന
ഇബ്രാഹിം നബി പോലും ആ തീയിലേക്ക് പതിക്കുന്ന സെക്കൻഡുകൾക്ക് മുൻപ് പ്രാർത്ഥിച്ചത് ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, എനിക്കെന്റെ റബ്ബ് മതി എന്ന. പ്രിയപ്പെട്ടവരെ, നമ്മളെ വാക്കുച്ചാരണം കൊണ്ട് നമ്മളെ അമലുകൾ ആഖിറത്തിൽ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ചെയ്തു കൂട്ടുന്ന എല്ലാ അമലുകളും നബി തങ്ങൾ പഠിപ്പിച്ച ഷഹാദത്തിന്റെ ഉള്ളിൽ നിന്ന് അള്ളാഹുവിന്റെ നബി തങ്ങൾ പഠിപ്പിച്ച ഇസ്ലാമിന്റെ കാര്യങ്ങളെ നമ്മൾ ചെയ്യുന്നുള്ളൂ. നമസ്കരിക്കുന്നുണ്ട്, സകാത്ത് കൊടുക്കുന്നുണ്ട്, നോമ്പ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഉംറ നിർവഹിക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, സ്വതക്ക ചെയ്യുന്നുണ്ട്. ഇതൊക്കെയുള്ളൂ എന്തെങ്കിലും കയ്യില്. പക്ഷെ അതൊക്കെ നഷ്ടപ്പെടുത്താൻ ഈ നാവ് പിടിച്ചിട്ട് നബിത്തങ്ങള് ഇത് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്ന വാക്കുകളിലും അത് എഴുതിവിടുന്നതിലും കാലങ്ങളോളം നമ്മളെ ബാധിക്കുന്ന ഒരു മഹാവിപത്താണെന്നും ഒരു വലിയ ആയുധമാണെന്നും മൂർച്ചയേറിയ വാളിനേക്കാൾ മനസ്സിന്റെ അകത്തളങ്ങളിൽ കയറിച്ചെന്ന് ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടാക്കാൻ, നമ്മൾ മരിച്ചാലും ഉറങ്ങാത്ത മുറിവുള്ള മനസ്സുണ്ടാക്കാൻ, അവൻ മരിച്ചാലും കവറിൽ ആ മുറിവ് റബ്ബ് പരിഗണിക്കുന്ന ഒരാഹറം നമ്മളെയൊക്കെ കാത്തു നിൽക്കുന്നുണ്ടെന്നുള്ള ബോധത്തിൽ ജീവിച്ചാൽ ഫൽയഖുൽ ഖൈറൻ, നല്ലതേ പറയാവൂ, അല്ലെങ്കിൽ മിണ്ടാതിരുന്നേക്കണം. രാഷ്ട്രീയക്കാര് പല കഥകളും ഉണ്ടാക്കും അവർക്ക് ആളുകളെ ഒപ്പിച്ചു നിർത്താൻ. അത് പെണ്ണാവാം, സാമ്പത്തികാവാം, പല വിഷയങ്ങളുമാവാം. കുടുംബത്തിൽ ചിലര് ജയിക്കാൻ പല കള്ളത്തരങ്ങളും കൊണ്ടുവന്നേക്കാം. ഏതൊക്കെ കേട്ടാലും എന്തൊക്കെ അനുഭവിച്ചാലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്റെ അമല് മറ്റൊരാൾക്ക് ഞാൻ കൊടുക്കൂല എന്ന ബോധത്തിൽ ജീവിക്കാൻ സാധിച്ചാൽ അവരാ ഏറ്റവും വലിയ ബുദ്ധിമാന്മാർ. ആ ബുദ്ധിമാന്മാരാവാൻ പരിശ്രമിക്കുക. ഏത് സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നവരാണെങ്കിലും, ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണെങ്കിലും, ഏത് കുടുംബത്തിൽ എത്ര അകന്ന് ജീവിക്കുന്നവരാണെങ്കിലും ശരി, ഇതൊക്കെ സൂക്ഷിച്ചാൽ തന്നെ മനുഷ്യന്റെ അമലുകൾക്ക് കേടുവരാതെ അള്ളാന്റെ അരികിലേക്ക് നമുക്ക് സമാധാനത്തോടെ മടങ്ങാൻ സാധിക്കും. അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുത് എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരു മനുഷ്യന്റെ നാവ് കൊണ്ട് അവൻ പോലും അറിയാതെ അശ്രദ്ധയിലൂടെ സംഭവിക്കുന്ന അബദ്ധങ്ങളാണ് നമ്മളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട മറ്റൊരു വിഷയമാണ് ചില ആളുകളൊക്കെ സമൂഹത്തിൽ മരണപ്പെടുമ്പോ, അപ്രതീക്ഷിതമായ ചില മരണങ്ങളൊക്കെ സംഭവിക്കുമ്പോ നമ്മൾ പറയാറുണ്ട് അയാൾ സ്വർഗത്തിലാണ്, ഉറപ്പ് അയാൾ സ്വർഗത്തിലാണ്. ഇത് കേൾക്കുമ്പോൾ മറ്റു ചിലരും അതിനെ പിന്താങ്ങിയിട്ട് പറയും, ശരിയാ, അത്രക്ക് നല്ല മനുഷ്യനായിരുന്നു, അയാൾ സ്വർഗത്തിലാണെന്നതിന് യാതൊരു സംശയവുമില്ല. അങ്ങനൊരു മനുഷ്യനെ തൊട്ട് അയാൾ സ്വർഗത്തിലാണ് എന്ന് പറയാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, റബ്ബേ അയാളെ സ്വർഗത്തിലാക്കണം, അദ്ദേഹത്തിന്റെ ഖബർ ജീവിതം ധന്യമാക്കി കൊടുക്കണം, നാളെ സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ നീ അദ്ദേഹത്തെയും ഉൾപ്പെടുത്തണമേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ അള്ളാഹു അറിയിച്ചു കൊടുത്ത സ്വർഗാവകാശികളുടെ പേരല്ലാത്ത ഒരു പേരും സ്വർഗത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ല. 1,00,000-ലധികം സഹാബാക്കളുള്ള അറഫ മൈതാനിയിൽ 10,000-കണക്കിന് സഹാബാക്കൾ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് ദഅവത്തിന് വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ ഇന്നും മക്കയിലും മദീനയിലുമായി ഒരു 10,000-ന്റെ ചുവട മാത്രമേ സഹാബത്തിന്റെ ഖബറുള്ളൂ എങ്കിൽ ബാക്കിയുള്ള 1000-കണക്കിന് സഹാബാക്കളുടെ ഖബറുകളുള്ളത് ലോകത്തിന്റെ നാനാഭാഗത്താണ്. അങ്ങനെ പോയവരൊക്കെ സ്വർഗത്തിലാണ്, ഇക്ക് വേണ്ടി പോയവരാണ്, ദീനിനു വേണ്ടി മെനക്കെട്ടവരാണ്, മുത്തഖീങ്ങളാണ്. അതുകൊണ്ട് അവരൊക്കെ സ്വർഗത്തിൽ തന്നെയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടില്ല. കാരണം നമ്മൾ ഈ കാണുന്ന മനുഷ്യരുടെ ജീവിതമല്ല പലരുടെയും അകജീവിതം. പുറമെ കാണുന്ന പല ഭംഗിയും പലരുടെയും സ്വഭാവത്തിനില്ല. മതപരമായ ചിഹ്നങ്ങളും മതപരമായ ആവേശവും അവരുടെ ജീവിതത്തിലുണ്ടെങ്കിലും
ആ ചിഹ്നങ്ങളോ ആവേശങ്ങളോ ഇല്ലാത്ത ആളുകളുടെ ഈമാൻ പോലും അത് കൊണ്ടു നടക്കുന്ന പലരുടെ ഹൃദയത്തിലും ഇല്ല എന്നുള്ളതിന്റെ തെളിവാണ് പൊട്ടിത്തെറിക്കുന്നവന്റെ ജീവിതത്തിലും മതചിഹ്നങ്ങളുണ്ട്. അതിനർത്ഥം മതചിഹ്നങ്ങളൊക്കെ മോശം, അതുള്ളവരൊക്കെ കുറവുള്ളവര് എന്നല്ല. അതിനോട് നീതി കാണിച്ചിട്ടും അതിന്റെ ആത്മാർത്ഥതയിലും ജീവിക്കുന്നവരുണ്ട്. അതിൻ്റെതായ ചുറ്റുപാടുകൾ കുടുംബത്തിൽ കൊണ്ടുവരുന്നവരുണ്ട്. പലപ്പോഴും കുടുംബത്തിന്റെ വിഷയത്തിലിടുമ്പോ ആളുകൾ പറയാറില്ലേ, ആള് നല്ല ദീനൊക്കെയാ, പക്ഷെ ആ വിഷയത്തിൽ മുപ്പര് പറഞ്ഞാൽ കേൾക്കൂല. ആള് നല്ല ദീനൊക്കെയാണ്, പക്ഷേ വീതം വെച്ച വിഷയത്തിൽ ആള് വലിയ കള്ളത്തരയാണ് ചെയ്യും. അതിന്റെ അർത്ഥം അവരുടെ വിശ്വാസത്തിന്റെ പവിത്രത ഉള്ളിലേക്ക് കയറിയിട്ടില്ല, പുറത്തേക്ക് മാത്രം പ്രകടിപ്പിച്ചിട്ടേ ഉള്ളൂ എന്നാണ്. അതുകൊണ്ട് റബ്ബ് പരിഗണിക്കുന്നത് ഹൃദയമാണ് എന്ന് വാക്ക് തന്നതും നമ്മൾ സങ്കടപ്പെടേണ്ടതില്ല. നമ്മൾ ഒരാളെ സ്വർഗത്തിലും ആക്കണ്ട, നരകത്തിലും ആക്കണ്ട. റബ്ബ് പരിഗണിക്കുന്നത് ഹൃദയമാണെന്നും അതുകൊണ്ട് നിങ്ങൾ ഒരാളെ സ്വർഗത്തിലാണ് എന്ന് വാശി പിടിക്കണ്ട എന്നും നബിതങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഇസ്ലാമിക ചരിത്രത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ അന്ന് മക്കയിൽ നിന്നും ഒരു കൂട്ടം ആളുകൾ മദീനയിലേക്ക് ഹിജ്റ വന്നു. ആ ഹിജ്റ വന്നവരെ അൻസാരികളായ മദീനക്കാർക്ക് വീതിച്ചു കൊടുത്തത് നറുക്കിട്ടിട്ടാണ്. അങ്ങനെ അൻസാരികളുടെ കൂട്ടത്തിലുള്ള ഒരു വനിത ആ നറുക്കിൽ പങ്കെടുക്കുകയും ആ സ്ത്രീക്ക് കിട്ടിയത് ഉമ്മുൽ അലാ റളിയല്ലാഹു അൻഹ എന്ന ഒരു മനുഷ്യനെയായിരുന്നു, ഒരു സഹോദരിയായിരുന്നു കിട്ടിയിട്ടുള്ളത്. ആ സഹോദരിയെ ഭംഗിയായി പരിചരിക്കുന്നതിനിടയിൽ ആ ഉമ്മാക്കെന്തോ അസുഖം ബാധിക്കുകയും അവര് മരണപ്പെടുകയും ചെയ്തു. മരിച്ച ആ മയ്യത്ത് കാണാൻ നബിതങ്ങൾ വന്നപ്പം കൊണ്ടുപോയ അൻസാരി വനിത പറഞ്ഞു, തീർച്ചയായും നബിയെ സ്വർഗത്തിലെത്തിയല്ലോ, ആ ഉമ്മ സ്വർഗത്തിലെത്തിയല്ലോ നബിയെ, ആ ഉമ്മാക്ക് സ്വർഗം ഉറപ്പായല്ലോ നബിയെ. നബിതങ്ങൾ അല്പ ഗൗരവത്തോട് ചോദിച്ചു, അതെങ്ങനെ നിങ്ങൾ തീരുമാനിക്കും? ആ കൊണ്ടുപോയ അൻസാരി വനിത പറഞ്ഞു, നബിയെ, അവരൊരു നല്ല കാര്യത്തിന് വന്നതല്ലേ, നാടുപേക്ഷിച്ചു വന്നു, ഇവിടെ എത്തിയപ്പൻ രോഗം ബാധിച്ചു, അങ്ങനെ അവര് മരണപ്പെട്ടു, അതിന്റെ അർത്ഥം സ്വർഗത്തിലാണല്ലോ, അതുകൊണ്ട് സ്വർഗം ഉറപ്പാ നബിയെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പറഞ്ഞു, വല്ലാഹി ഇന്നി ലഅർജു ലഹു ഖൈറൻ. ആ ഉമ്മ പറഞ്ഞു, തീർച്ചയായും അവർ സ്വർഗത്തിലാണ്, ഖൈറിലാണെന്ന് എനിക്ക് ഉറപ്പാണ് നബിയെ. നബി തങ്ങൾ തിരിച്ചു പറഞ്ഞ മറുപടി അള്ളാഹുവിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തുന്നു, മാ അദിരി വാന റസൂലുള്ളാ, ഞാൻ റസൂലാ, പക്ഷെ എനിക്കതറിയൂലട്ടോ. ഞാൻ നബിയാണ്, അള്ളാന്റെ നബിയാണ്, റസൂലാണ്, പക്ഷേ മാ അദിരി, എനിക്കാ വിവരല്ല. അതുകൊണ്ട് തന്നെ മാ യഫ്അലു ബി, ഞാൻ അത് പ്രവർത്തിക്കോ വിശ്വസിക്കോ അല്ല. എന്നോട് റബ്ബ് അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഫവല്ലാഹി ലാ ഉസക്കി അഹദൻ ബഅദഹു, ആ ഉമ്മ പറയുന്നു, അതിനുശേഷം ഒരാളെ പറ്റിയും ഒരു സ്വർഗത്തിലാ, ഉറപ്പ സ്വർഗത്തിലാ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നബി തങ്ങൾ അന്ന് എന്നെ പരിഹാസിക്കാതെ തന്നെ ജനങ്ങൾ നോക്കി നിൽക്കെ എനിക്ക് തിരുത്തി തന്നു. നബിയായിട്ടും എനിക്കതറിയില്ല, അതുകൊണ്ട് തന്നെ ഞാനത് പറയില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞതിന് ശേഷം ഒരാളെയും സ്വർഗത്തിലാക്കാൻ ഞാൻ മെനക്കെട്ടിട്ടില്ല. ഇന്നപ്പോ ഓരോരുത്തർ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും പറയും സ്വർഗത്തിലാ. അതിപ്പോ അള്ളാന്റെ തീരുമാനം എന്താണോ അള്ള നടപ്പിലാക്കും. ആ അപകടത്തിൽപ്പെട്ടതാണോ, വള്ളത്തിൽ മുങ്ങിയിട്ടാണ്, ഷഹീദിന്റെ കൂലിയുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി സ്വർഗത്തിലാണ് എന്ന് പറയാൻ അള്ളാഹുവിന്റെ നിബിത്തങ്ങൾക്ക് അവകാശം കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കും അവകാശമല്ല. നമ്മളെ വാക്കുകളെ കൊണ്ട് ചില പ്രയോഗങ്ങൾ നമ്മൾ വരുത്തുന്ന അബദ്ധങ്ങളായി ഇതൊക്കെ. എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാം, റബ്ബെ സ്വർഗം കൊടുക്കണേ റബ്ബെ. നല്ല മനുഷ്യനായിരുന്നു, ജീവിതത്തോട് നീതി കാണിച്ച, ദീനിനോട് കൂറ് കാണിച്ച, അറിഞ്ഞിടത്തോളം എല്ലാ രംഗത്തും അള്ളാനെ ഭയപ്പെട്ട് ജീവിച്ച, റബ്ബിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിച്ചൊരു മനുഷ്യനായതുകൊണ്ട് നാദാ സ്വർഗം ഇങ്ങി കൊടുക്കണട്ടോ എന്ന് പറയല്ലാതെ അദ്ദേഹത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ട് അനുശോചന യോഗം കൂടിയിട്ട് അദ്ദേഹം സ്വർഗത്തിലേക്ക് മടങ്ങിയിരിക്കുന്നു, സ്വർഗത്തിൽ അദ്ദേഹം മാലാഖമാരോടൊപ്പം ജീവിച്ചിരിക്കൊണ്ടിരിക്കുന്നു എന്നൊന്നും പറയാനുള്ള അവകാശം നമുക്കില്ല എന്നർത്ഥം. ആ രീതിയിലുള്ള ഒരു അനുശോചനമോ ഒരു എഴുത്തോ ഒരു പ്രയോഗമോ ഒരു വിശ്വാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നർത്ഥം. ആ രീതിയിൽ സ്വന്തം നാവുകളെ, പ്രയോഗങ്ങളെ സൂക്ഷിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള സർവ്വ പാപങ്ങളും പുറത്ത് നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. അള്ളാഹുവെ, മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോട് നീ കാരുണ്യം കാണിക്കുകയും ആ പരീക്ഷണത്തിൽ ക്ഷമയോടെ നേരിടാൻ ഓരോ ബന്ധുക്കൾക്കും കുടുംബങ്ങൾക്കും നീ തൗഫീക്ക് നൽകുകയും ചെയ്യണമേ. നാഥ, ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് റബ്ബെ. എല്ലാ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീക്ക് നൽകണമേ.
اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار അള്ളാഹുവെ പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചോദിച്ചവരുണ്ട്. അസുഖം ബാധിച്ച് വെന്റിലേറ്ററിലടക്കം കിടക്കുന്നവർ, നാഥാ ചെറുതും വലുതുമായ മുഴുവൻ ആളുകളുടെയും എല്ലാ അസുഖങ്ങളും നീ അവർക്ക് ശിഫയാക്കി കൊടുത്ത് ആഫിയത്തോടെ ഇസ്സത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ തൗഫീക്ക് നൽകണമേ. നാഥാ കടബാധ്യതയിൽപ്പെട്ടവരുണ്ട്, ഹറാമായ ലോണ് പോലെയുള്ള സംവിധാനത്തിൽ അബദ്ധം കൊണ്ട് പെട്ടുപോയവരുണ്ട്. അതിൽ നിന്നെല്ലാം മുക്തമായി ഹലാലായ സമ്പാദ്യത്തോടെ ജീവിച്ചു മരിക്കാൻ നീ തൗഫീക്ക് നൽകണമേ. ലോകത്തിന്റെ നാനാഭാഗത്ത് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗസയിലടക്കമുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ആത്യന്തികമായ സമാധാനവും സംരക്ഷണവും നൽകി ഓരോ വിശ്വാസികളോടും നീ കാരുണ്യം കാണിക്കണമേ. അറബ് രാജ്യങ്ങൾ പലതും നാദാ യുദ്ധത്തിന്റെ കെടുതിയിലാണ്. ഓരോ രാജ്യത്തിന്റെ ഭദ്രത കാത്തുസൂക്ഷിക്കുകയും ഞങ്ങളുടെ സഹോദരങ്ങളുടെ സാമ്പത്തിക കച്ചവട രംഗത്തൊക്കെ നിന്റെ സംരക്ഷണവും കുടുംബത്തിൽ സമാധാനവും നൽകി ഞങ്ങളോട് നീ കാരുണ്യം കാണിക്കണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.